നോക്കിയതാരാ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഹാപ്പി ജേണിയുടെ കഥയാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കഥ എന്നൊന്നും പറയാൻ പറ്റില്ല, വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണാനും ഞാൻ പറയാനും പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ഓഫ് മിയ. ഇറ്റ്സ് മീ ഫെമിന സാലെ. യാത്രകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. +2 കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡിസ്റ്റൻസിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ മെൻറ്റർ അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ MTTCക്ക് എടരിക്കോട് സ്ഥിതി ചെയ്യുന്ന മെൻറ്റർ അക്കാദമിയിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ IBയുടെ ഭാഗമായിട്ടാണ് നമ്മൾ 2 ഡേയ്സ് ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈവനിങ് 7:30 ആവുന്നതിന് മുന്നേ നമ്മളെടുത്ത് തിരൂർ സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 o'clock നമുക്ക് ട്രെയിൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർക്ക് ആദ്യമായിട്ട് പോകുന്നവരും ട്രെയിനിൽ ആദ്യമായിട്ട് പോകുന്നതും പല എക്സ്പീരിയൻസുള്ള ആളുകളാണ് കേട്ടോ നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേക വൈബന്നായിരുന്നു ട്രെയിനിൽ. നമ്മൾ ഒരുപാട് തവണ ബാംഗ്ലൂർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പാട്ടൊക്കെ പാടില്ല, ഒരുപാട് പാട്ടുകൾ പാടിയും നല്ല നല്ല കഥകൾ പറഞ്ഞും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു അന്നത്തെ രാത്രി ഞങ്ങളിലൂടെ മനോഹരമായിട്ട് കടന്നുപോയി കേട്ടോ. പിന്നെ നമ്മൾ 12 മണിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നു. 6 o'clock ആയ സമയത്ത് നമ്മൾ കാർമഡ്രാം എത്തുന്നതിന് മുന്നേ ആയിട്ട് ട്രെയിൻ ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1 hour ട്രെയിൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് സമയം അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായിപ്പോയി. ഒരു 1.5 hour ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ബാംഗ്ലൂർ യശ്വന്തര എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നിൽക്കാനും ഇരിക്കാനും നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഒരു മിനി മാരത്തോൺ ഓട്ടമായിരുന്നു കേട്ടോ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മെജസ്റ്റിക്കിലാണ് കേട്ടോ റൂംസും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യശ്വന്തര ഇറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ ഉള്ളത്. അവിടുന്ന് നമ്മൾ മെജസ്റ്റിക്കിലേക്ക് മെട്രോ പിടിച്ച് പോവുമായിരുന്നു കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ മെജസ്റ്റിക്കിൽ ഇറങ്ങി. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനാണ് കേട്ടോ മെജസ്റ്റിക് എന്ന് പറയുന്നത്. ഒരുപാട് ബസ്സുകളും ഒരുപാട് ഓവർ ബ്രിഡ്ജുകളും കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. തലേദിവസം മഴ പെയ്തതിൻ്റെ ആയിട്ടുള്ള എല്ലാ അഴുക്കും കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മെജസ്റ്റിക്കിൽ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ നമ്മൾ റൂംസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അധികം ടൈം ഉണ്ടായിട്ടില്ല. 1 hour ഉള്ളിൽ നമുക്ക് സ്കൂളിൽ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെറും 1 hour ആയിരുന്നു. ഫ്രഷ് ആവാനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും എല്ലാം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 1 hour ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ എലം മോണ്ടിസോറി സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത്. യാത്ര എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടം തന്നെ ആയിരുന്നു കേട്ടോ. നമുക്കധികം ടൈമില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ. പിന്നെ ബാംഗ്ലൂരിൻ്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഒരു 1/2 hour കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് നമുക്ക് 1 hour നമുക്ക് വേണ്ടി വരും. കാരണം അത്യാവശ്യം ബ്ലോക്കും ഉണ്ടാവും, അതുപോലെ തന്നെ തിരക്കും ഉണ്ടാവുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എലം മോണ്ടിസോറി സ്കൂളിൽ എത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു സ്കൂളായിട്ടായിരുന്നു കേട്ടോ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയിട്ടോ. നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് അവിടെ വലിയൊരു ബിൽഡിങ് കിട്ടുന്നതിന് പകരം ഇവർ ചെയ്തിട്ടുള്ളത് ആ മരം അതുപോലെ തന്നെ നിലനിർത്തി അവിടെ ഷീറ്റ് ഇട്ടിട്ട് അത് അവരെ അറേഞ്ച് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ അവർ ബാക്കി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല തണുപ്പും മരങ്ങളുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ അവരെ പ്ലേ ഏരിയ ആയിട്ടാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ കയറി മെറ്റീരിയൽസ് കണ്ടു. അവർ കുട്ടികൾ സ്റ്റഡി ചെയ്യുന്നത് കണ്ടു. ഇവർ മോണ്ടിസോറി സ്കൂളിൽ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവരുടെ ക്ലാസ് റൂമിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ. കിഡ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരേ വലുപ്പത്തിലുള്ള സീറ്റിംഗ് ആണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളെ വെൽക്കം ചെയ്ത് ഇരുത്തിയതും ഈ ഒരു സീറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി സ്കൂളുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചതിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു സെക്ഷൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര പറയുന്ന തിരക്കിലാണ്. മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് മോണ്ടിസോറി സ്കൂളുകളിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് അതുണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളതിലും അധികം മെറ്റീരിയൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് ഡേയിൽ നമ്മൾ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഡേയിൽ നമ്മൾ വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഫുള്ള് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ബാംഗ്ലൂരിലത്തെ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ യാത്രകൾ, നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് വാഹനങ്ങൾ,
പിന്നീട് നമ്മുടെ ഫാക്ടറി വിസിറ്റിന് ശേഷം നേരിട്ട് നമ്മൾ പോയത് ഷോപ്പിങ്ങിനായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊമേഴ്സ്യൽ സ്ട്രീറ്റും അതുപോലെ തന്നെ ശിവാജി നഗറും ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ മെട്രോ പിടിച്ച് ശിവാജി നഗറിൽ പോവായിരുന്നു ചെയ്തത്. MG റോഡിലാണ് നമ്മൾ മെട്രോ ഇറങ്ങിയത്. ഷംന ഒരു 6 മണിക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട് ഒരു 9 മണി വരെ നമ്മളവിടെ മാർക്കറ്റിൽ തന്നെ ആയിരുന്നു കേട്ടോ. പല ഏരിയയിലും പോയി. പിന്നെ ആയപ്പോൾ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു മെട്രോയിലും അതുപോലെ തന്നെ സ്റ്റേഷനിലൊക്കെ. 10 മണിയായപ്പോൾ ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളടുത്ത് മാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ട് വേഗം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം 3 മണിക്ക് നമ്മൾ നന്ദി ഹിൽസ് പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ പ്ലാനൊന്നും നടന്നിട്ടുണ്ടായിട്ടില്ല. നമ്മൾ 10 മണിക്ക് ഫ്രഷ് ആയതിനു ശേഷം അത്രയും സമയം നമ്മൾ സംസാരിച്ചിരുന്നു കേട്ടോ. രാവിലെ 4 മണി വരെ നമ്മൾ സംസാരിച്ചിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്തു. നമ്മൾ ഒരു ബസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മൾ നന്ദി ഹിൽസ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈവനിങ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഒരു 10 മണി 12 മണി ആ ഒരു ടൈമാണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് പുലർച്ചയ്ക്ക് 4 മണിക്കാണ് കേട്ടോ ഈ ഒരു ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈബ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടാവുന്ന ജസ്റ്റ് നോക്കാവുന്ന തന്നെ ഉള്ളൂ. നന്ദി ഹിൽസിൽ നമ്മൾ പല തവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ഇത്ര മഞ്ഞ് വന്നിട്ടും അതുപോലെ തന്നെ മേഘങ്ങളുമായിട്ട് നമ്മളിവിടെ നന്ദി ഹിൽസിനെ കണ്ടിട്ടുണ്ടായിട്ടില്ല. അത്ര മനോഹരമായിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു 10 മണി 10:30 ആയ സമയത്താണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ലാൽബാഗ് അല്ലെങ്കിൽ കബൻ പാർക്ക് പോകാനാണ്. അങ്ങനെ നമ്മൾ ലാൽബാഗിലേക്ക് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൂടെ വന്നിട്ടുള്ള 19 പേരും ഒരുമിച്ച് വഴി തെറ്റിപ്പോയി. ഞങ്ങൾ 4 ആൾ മാത്രം അവിടെ ഒറ്റപ്പെട്ടു കേട്ടോ. അങ്ങനെ യൂസഫ് സാർ ഞങ്ങളെ കൂടെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ വഴി കണ്ടുപിടിച്ച് ഞങ്ങളെ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചു. പിന്നീട് അവിടുന്ന് നേരെ നമ്മൾ പോയത് ലാൽബാഗിലേക്കായിരുന്നു കേട്ടോ. കബൻ പാർക്കോ അല്ലെങ്കിൽ ലാൽബാഗോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ലാൽബാഗിലായിരുന്നു കേട്ടോ. 2 ദിവസത്തെ ഓട്ടത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് തിരിച്ചു പോകാനുള്ള വിഷമം ഞങ്ങളടുത്ത് ഉണ്ടേനും. ഒരുമിച്ച് ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ വിഷമത്തിലും കൂടെയാണ് കേട്ടോ ഞങ്ങളുള്ളത്. എടുത്തോന്ന് അറിയില്ല, ഓൾ അവിടുന്ന് എടുത്തിക്കണ ഇവിടുന്ന് മാറി 3 വയസ്സ് എങ്ങനെ പറഞ്ഞിരുന്നില്ലേ. 2 ദിവസം നമ്മളിത് ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇനി നമ്മൾ തിരിച്ചു പോരാൻ ടൈമായി. നമ്മൾ ഭക്ഷണം കഴിക്കാനൊന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് മന്ത്രി മോളിലേക്കാണ് പോയത്. അവിടുന്ന് നമ്മൾ KFC ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രഷായി അവിടുന്ന് മെട്രോ പിടിച്ച് ഒരു ഓട്ടമായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേഷനിലേക്ക്. 5 മിനിറ്റ് ഡിഫറൻസിലാണ് കേട്ടോ നമ്മൾ സ്റ്റേഷനിൽ എത്തിയത്. അങ്ങനെ നമുക്ക് ട്രെയിൻ കിട്ടി. പിന്നെ മോർണിംഗ് ഒരു 7:30 ആയ സമയത്ത് നമ്മളിവിടെ തിരൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. +2 കഴിഞ്ഞൊരു മോണ്ടിസോറി ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്കായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് ദ മെന്റർ അക്കാദമിയിലാണ്. മലപ്പുറത്ത് തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ദ മെന്റർ അക്കാദമിയിൽ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും നിങ്ങൾക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മോണ്ടിസോറി പരിശീലന രംഗത്ത് വർഷങ്ങളുടെ പ്രാവീണ്യമുള്ള അധ്യാപകരുടെ മുഴുവൻ സമയ സേവനം, ചൈൽഡ് എഡ്യൂക്കേഷൻ രംഗത്ത് പ്രശസ്തി ആർജിച്ച അധ്യാപകരുടെ സൈക്കോളജി ഫിലോസഫി ക്ലാസുകൾ, മലയാളി അല്ലാത്ത ടീച്ചേഴ്സ് നേതൃത്വം വഹിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ക്ലാസുകൾ, എല്ലാ നൂതന മോണ്ടിസോറി മെറ്റീരിയൽസും ഉൾപ്പെടുത്തി സജ്ജീകരിച്ച മോഡേൺ ലാബുകൾ, അതുപോലെ തന്നെ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്ത നൂതന സാങ്കേതിക വിദ്യകളോട് കൂടിയുള്ള ക്ലാസ് റൂംസ് എല്ലാം ഇവരുടെ തന്നെ പ്രത്യേകതയാണ്.
എംബസി അറ്റസ്റ്റേഷൻ സാധ്യമാക്കുന്ന സർട്ടിഫിക്കേഷൻ, സ്വദേശത്തും വിദേശത്തും പ്രശസ്തമായ സ്കൂളുകളിൽ ജോലി നേടാനുള്ള 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. നിങ്ങളുടെ ടീച്ചർ ആവുക എന്ന ആഗ്രഹം സഫലീകരിക്കാൻ ഇപ്പോൾ തന്നെ മെന്റർ അക്കാദമിയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തും.